ഞാൻ യുക്തിയെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം യുക്തി കൊണ്ട് മാത്രം എല്ലാം നമ്മുടെ ചില ആൾക്കാർ ഭയങ്കര വിളവന്മാരായിരിക്കും. നേരെ വാ എന്നുള്ളത്, നേരെ വാ എന്നതാണെങ്കിലും അതിൽ നമ്മുടെ യുക്തിയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് ലോകത്ത് വിജയിക്കുക. ഒരു സംശയമില്ല. ഈ അതിബുദ്ധി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അതിബുദ്ധി ഉപയോഗിക്കുക, അതായത് ഉദാഹരണമായിട്ട് വേറൊരാളുടേത് എങ്ങനെങ്കിലും കൈക്കലാക്കാൻ, വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഒഴിവാക്കാനൊക്കെ അതിബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ. അതൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞ് നമുക്കെതിരായിട്ട് തന്നെ വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ എന്താ പറയാ, എന്താണ്, അജീഷ് ജോസഫ്, നിങ്ങൾ ഉറക്കമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? കേൾക്കുന്നില്ല, സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര കാലമായി ഈ ഉറക്കം കിട്ടാത്ത നിങ്ങൾ ഇപ്പോ ഉറങ്ങാൻ തുടങ്ങിയിട്ട്? ഈ ഒരുപാട് കാലം ഉണ്ടായിരുന്നില്ലല്ലോ. വർഷങ്ങളായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയതാണ്. പക്ഷെ ഉറങ്ങുന്നില്ലായിരുന്നു. ഇപ്പൊ നന്നായിട്ട് തന്നെ ഉറങ്ങുന്നു. ഒരു ക്ലാപ്പ് കൊടുത്തേ ഇവർക്ക്. ഇതിന് പകരം എന്ത് വേണം പ്രിയപ്പെട്ടവരെ? ഇതാണ്. പക്ഷെ ഇത് ഒരാള് ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ, എന്നോട് എറണാകുളത്ത് EFTയുടെ ഫസ്റ്റ് സെഷനിൽ വന്നപ്പോൾ പറഞ്ഞു, കരീം സാറേ എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഒരു കണ്ണെടുക്കാറില്ല, വർഷങ്ങളായി ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു EFT ചെയ്യൂ. അപ്പൊ അഡ്വാൻസിൽ പങ്കെടുത്തപ്പോൾ ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് ഞാനൊരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ കുറിച്ചു കൊടുത്തിരുന്നു. ഇത് ചെയ്താൽ എന്തായാലും ഉറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ അവരത് കൃത്യമായി ചെയ്തു. അപ്പോ ഈ വലിയ വിളന്മാർ എന്ത് ചെയ്യുന്നറിയോ? ബുദ്ധിയുള്ള ആൾക്കാര് എന്ത് ചെയ്യുന്നറിയോ? ഇതൊന്നും നടക്കുന്ന കാര്യമില്ലേ, ഇതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തിന് ചെയ്യാണ്, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മണി മോട്ടിവേഷൻ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് അവർ ഇതിനൊന്നും വരില്ല. എന്നിട്ട് അവർ വലിയ ബുദ്ധിമാന്മാരായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ പ്രിയപ്പെട്ടവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, സന്തോഷം. അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരുപാട് കാലമായത്. അപ്പൊ ഏതായാലും ശരി, ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവത്തിലൊക്കെ ആൾക്കാരെ വിളിക്കുമ്പോൾ ഇത്ര വലിയ ആവശ്യക്കാരാണ് ഇതിന്ന് ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞു പോവുക. മനസ്സിലായത്? ഇത് നിർബന്ധമായിട്ടും കിട്ടേണ്ട ചില ആൾക്കാരുണ്ട്, അവരാണ് ഇത് ഒഴിഞ്ഞു പോവുക. അപ്പോ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ബുദ്ധിക്കും നമ്മുടെയൊക്കെ ചിന്തക്കും അപ്പുറത്തും കാര്യങ്ങളുണ്ട്. പലരും ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിനുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ആ ഫ്രെയിമിൽ അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയത്, ഇങ്ങോട്ട് നോക്കിയത്, ഇങ്ങോട്ട് നോക്കിയത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇപ്പുറത്തേക്ക് നോക്കിക്കോളൂ, അവിടെ വേറെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടത്തരം. എന്തുവാണ് ഈ പറയുന്നത്? നമ്മളൊരു 4 ചുമരുണ്ടാക്കിയിട്ട് ആ ചുമരിന്റെ ഉള്ളിലാണ് നമ്മുടെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്താണ് നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും കിടക്കുന്നത് എന്നത് ഇവരോട് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നത് മാത്രമല്ല, എല്ലാ ദിവസവും പങ്കെടുക്കുക. അതേപോലെ ഈ മേടൊക്കെ പങ്കെടുത്ത പോലുള്ള EFT പോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇപ്പൊ ചാൻസ് ഒന്നുമില്ല, അത് സമയം കഴിഞ്ഞു. ഇനി അതിന്റെ ഓഫ്ലൈൻ അടുത്ത 25-ാം തീയതി കോഴിക്കോട് വരുന്നുണ്ട്. അതിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, മാഡം, നിങ്ങളൊക്കെ എത്രയോ പണവും എഫേർട്ടും ഒരുപാട് ചെലവഴിച്ചു, എന്നിട്ടും യാതൊരു റിസൾട്ടും ഇല്ല. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പമല്ല. ഇതിന്റെ ചെലവ് കുറവാണ്, സമയം കുറവാണ്. മാത്രമല്ല ഇത് വളരെ ആസ്വദിച്ചല്ലേ. ആ ഒരു 2 ദിവസം നിങ്ങൾ പങ്കെടുത്തു, 2 ദിവസവും വളരെ ഹാപ്പിയായിട്ട് സന്തോഷം. ആ സന്തോഷം ഇപ്പോഴും നിലനിൽക്കുക. താങ്ക് ഗോഡ്. ആരോ ഒരാള് ഇതിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാ മേഖലയിലും മാറ്റം വന്നു. എല്ലാ ഹലോ, അലർജിയുടെ വെച്ചിട്ട് ഉറങ്ങിയിരുന്നത്. ഇപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്യൽ തുടങ്ങിയപ്പോൾ ഉറക്കം വന്നു തുടങ്ങിയത്. ശരി, അപ്പൊ വളരെ സന്തോഷം.
എല്ലാവർക്കും ഇതിന്റെ ഒരു നന്മ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഏതാ ഇല്ല, നമ്മൾ അറിയാത്ത വഴികളാണ് നമുക്ക് തുറക്കുന്നത്. നമ്മൾ അറിയാത്ത വഴികളല്ലേ നമുക്ക് തുറന്നു കിട്ടിയത്. അതെ, എല്ലാം നമുക്ക് സമൃദ്ധിയാണ്. താങ്ക് ഗോഡ്. ഓക്കെ 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 ഓക്കെ. ഈ വഴികളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തുറന്നു കിട്ടണമെങ്കിൽ നമ്മൾ ജോസഫ് സാർ എന്ത് പറയുന്നു? എന്താ പറയുന്നത്? കേൾക്കുന്നില്ല. എന്താ പറയുന്നത്? ശരി, അപ്പൊ ഏതായാലും ശരി, നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 4 ഇത്രയും വലിയ പ്രശ്നമാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആരും ആ പ്രശ്നത്തിൽ നിൽക്കാതിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഈ വരുന്ന 13-ാം തീയതി സാറേ എന്തുവാണ് ഈ സൂമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വരുന്ന 13-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നൊരു പരിപാടിയുണ്ട്. കാരണം സൂമിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കുക, അതിന്റെ സന്ദേശം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതേപോലെ ഇപ്പൊ EFTയില് ഓൺലൈനായിട്ട് EFT ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതില് ഓൺലൈനായിട്ട് EFT ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ഏകദേശം ക്ലാസ് പകുതിയാവാനായി. എന്ത് ഫീൽ ചെയ്യുന്നു? നല്ല ഫീലാ സർ. നല്ല എല്ലാത്തിനും എപ്പോഴും ഒരു ഉന്മേഷവും സന്തോഷവും ഉള്ളൊരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേദന എങ്ങനെയുണ്ട്? വേദന ഇന്നലെ സാറ് പറഞ്ഞു തന്ന് ചെയ്യുന്നുണ്ട്. ഇന്ന് 3 പ്രാവശ്യം ചെയ്തു. ഇന്നലെ രാത്രി സാറ് പറഞ്ഞ സമയത്ത് ചെയ്തു. പിന്നെ കിടക്കാൻ പോകുമ്പോൾ പിന്നെയും ചെയ്തു. അങ്ങനെ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ടാണ് സംഭവം. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയാ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മൾ ഒരുപാട് ചിന്തിച്ചാൽ ഒരു പരിപാടി നടക്കില്ല. മനസ്സിലായില്ല? ഒരുപാട് ചിന്തിച്ചാൽ ഒരു പരിപാടി നടക്കില്ല. നമ്മുടെ യുക്തിക്ക് അപ്പുറത്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക. ശരി, മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. ബഷീർ സാറൊക്കെ കാണുന്നുണ്ട്. സാർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മൈക്ക് ഓണാവുന്ന കാര്യം ഓണായി. വളരെ സാറേ, സാറിന്റെ ക്ലാസ്സിൽ കേരളത്തിലൂടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒത്തിരി സന്തോഷത്തിലൂടെ ജീവിക്കുന്നു. എല്ലാ സൈഡിൽ നിന്നും, എല്ലാ മേഖലകളിലും സന്തോഷമാണ്. എല്ലാ മേഖലകളിലും സന്തോഷം, സമ്പത്ത്, സമൃദ്ധി എല്ലാം നമുക്ക് പല വഴികളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. അത് അദ്ദേഹത്തിന്റെ ഒരു നിഷ്കളങ്കതയും ഒരു നന്ദിയും ഒക്കെയാണ്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് കണ്ടില്ല നിങ്ങള്? അതായത് ഈ വലിയ ബുദ്ധി ഉപയോഗിക്കുന്ന, വലിയ എന്താ പറയാ, കൗശലം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അതാണ് നിഷ്കളങ്കരായ ആളുകൾ എപ്പോഴും വിജയിക്കുക എന്നുള്ളത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകുകയെന്ന് പറയുന്നത് മനസ്സിലായില്ലേ? എപ്പോഴും ഒരു ഹിഡൻ ആയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്വന്തം ഉണ്ടാക്കിയ ഫ്രെയിമിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അവരെ എതിർക്കാനും അതിനെ കളിയാക്കാനും കൊച്ചാക്കാനും നടക്കുക. ആ ഫ്രെയിം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള സംഭവത്തിൽ വരാൻ തന്നെ പറ്റില്ല. എന്നാൽ തന്നെ അവരിത് നിലനിൽക്കില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഏതായാലും ശരി, ഈ ഒരു സന്തോഷം നമുക്ക് പ്രഷർ, ഷുഗർ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം മാറ്റി കൊടുക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നത് നമ്മുടെ ആഗ്രഹമാണ്. നിങ്ങളെക്കാളും എനിക്കതിന് ആഗ്രഹം ഉണ്ടാകാൻ കാരണം നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് ഇപ്പോഴും ഒരു ധാരണ കൂടുതൽ ഇല്ല എന്നതുകൊണ്ടാണ്. അത് അനുഭവിക്കുമ്പോഴേ അത് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ഡോക്ടർസോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ശങ്കർ സാർ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? ശങ്കർ സാർ, എറണാകുളത്ത് വന്നിരുന്നു. EFT ചെയ്തു എറണാകുളത്ത്. EFT ബേസിക് അല്ല, ബേസിക്കലേ ചെയ്തുള്ളൂ. എനിക്ക് ഇതിന് വരെ അഡ്വാൻസ്. സാറും വൈഫും കൂടി. കറക്റ്റ്, ഞാനും വൈഫും കൂടെ വന്നിരുന്നു. മനസ്സിലായി. നിങ്ങൾ അവിടെ കണ്ടപ്പോഴും ഇതിൽ കാണുമ്പോഴും രണ്ടായിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോ സാറ് പറ്റുമെങ്കിൽ ശങ്കർ സാർ അതിന്റെ അഡ്വാൻസ് പങ്കെടുക്കുക, ബേസിക് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുക.
അതുപോലെ പ്രഷർ പറഞ്ഞ പോലുള്ള സംഗതികളൊക്കെ ചെയ്യുക. കുറച്ച് സമയം എല്ലാ ദിവസവും ഹാപ്പി പാർക്കിന് വേണ്ടി മാറ്റി വെക്കുക. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ഊർജ്ജ ലെവൽ ഉയരണം. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്ത് ഇങ്ങനെ നടക്കും, മനസ്സിൽ ഇങ്ങനെ കാണും. പക്ഷെ അതുകൊണ്ട് മാത്രമാവില്ല, നമ്മുടെ ഊർജ്ജ ലെവൽ മാറണം. പ്രാണോർജ എന്ന് പറയും. ഊർജ്ജ ലെവൽ മാറുമ്പോഴേ നമുക്ക് മാറ്റം വരും. അത് നമ്മൾ സന്തോഷം ഉണ്ടാവണം, നമുക്ക് നന്ദി ഉണ്ടാവണം, നമുക്ക് സ്നേഹം ഉണ്ടാവണം നമുക്ക്. അപ്പോഴേ നമ്മുടെ എന്താ പറയാ പ്രാണമായ കോശം എന്ന് പറയും, അല്ലെങ്കിൽ എനർജി ബോഡി, ഊർജ്ജ തലത്തിൽ നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സിൽ കാണുന്നത് നടക്കും. അതല്ലാത്ത ചില ആൾക്കാരൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കും രാവും പോലും, എന്നിട്ട് ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കും. അപ്പൊ എനർജി ലെവൽ വളരെ ലോ ആണ്. ചിരിക്കാൻ പറഞ്ഞാൽ പോലും ചിരിക്കില്ല, പറ്റില്ല. അപ്പൊ ഹാപ്പി ആയിട്ട് നമ്മുടെ എനർജി ലെവൽ കൂടി ഉയരുമ്പോഴേ നമ്മൾ മനസ്സിൽ കാണുന്നത് സംഭവിച്ചിരിക്കുമെന്നൊരു യാതൊരു സംശയവും സംഭവിച്ചിരിക്കും. അത് ഞാനിതൊക്കെ പറയാൻ കാരണം ഇറ്റ് ഈസ് ഫ്രം മൈ എക്സ്പീരിയൻസ്. അതിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഇനി നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി. കാരണം ആൾക്കാരൊന്നും കുറെ ആളുകൾ ഇത് ഓണാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ആളുകൾ സംസാരിക്കാൻ വിളിക്കാതെ, നമ്മൾ എന്താ പറയാ ചില ആൾക്കാർ വിളിക്കുന്ന സമയത്ത് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാം നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും അഡ്വാൻസ് എവിടെയാണ് സാർ ഇപ്പോൾ ഇനിയുണ്ടോ അഡ്വാൻസ്? ഇനിയിപ്പോ എറണാകുളത്ത് ഏപ്രിൽ 21 ഒരു 5 സ്റ്റാർ ഹോട്ടലില്, നമ്മള് ഹോട്ടലൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഷെറാട്ടണിലോ അതല്ലെങ്കിൽ പിന്നെ മാരിയറ്റിലോ ഒക്കെ നമ്മള് പ്രോഗ്രാമിന് വെക്കും. അത് അഡ്വാൻസ്ഡ് ആണോ? അത് അഡ്വാൻസ് കോഴ്സ് ആണോ? അഡ്വാൻസ് അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അഡ്വാൻസ് ഇനി വരണമെങ്കിൽ ഇച്ചിരി സമയം പിടിക്കും. അഡ്വാൻസ് വരണമെങ്കിൽ സമയം പിടിക്കും. സമയം എന്നിട്ട് നമുക്ക് സമയത്തിന്റെ ഷോർട്ടേജ് കൊണ്ടാണ്. കോഴിക്കോട് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ബേസിക് ഞാൻ അറ്റൻഡ് ചെയ്തതല്ലേ? ബേസിക് അറ്റൻഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാണെങ്കിൽ 2-3 തവണ അറ്റൻഡ് ചെയ്യണം. 5 തവണയൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. ബേസിക് 5 തവണ 6 തവണയൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ട്. എറണാകുളത്ത് എപ്പോഴാണ് സാർ തുടങ്ങണം? എറണാകുളത്തിന് ഏപ്രിൽ ഉണ്ടാവുള്ളൂ. ഏപ്രിൽ 21. ഏപ്രിൽ 21. ഇത്രയും സമയമുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചോളൂ. അല്ലെങ്കിൽ അതിന് നമുക്ക് അവിടെ ഹോട്ടലിൽ ആ രൂപത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവും. ഓക്കെ. കാര്യം ഒരുപാട് ആളുകളിലെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എറണാകുളത്തെ പ്രോഗ്രാം ആയിട്ടില്ല, നിങ്ങൾ എത്ര മനോഹരമാണ് ആ ഹാള് നിറച്ച ആളുകള്, അതിൽ പറ്റിയ അല്ലെ ആ രാവിലെ എന്താ പറയാ വൈകുന്നേരം അത് തീരുന്നത് വരെ നമുക്ക് ആർക്കെങ്കിലും തോന്നിയോ അയ്യോ ഇതൊന്നും തീർന്നു കിട്ടിയിരുന്നെങ്കിലെന്ന്? ആർക്കെങ്കിലും തോന്നിയോ? എല്ലാരും തോന്നിയിട്ടുണ്ടായിരുന്നു തീരരുതേ എന്നായിരുന്നു. അത് നമ്മൾ വലിയ ബഹളവും ഒച്ചയും ബഹളവും പാട്ടും കളി അതൊന്നും അല്ല ഇതിന്. ഇത് വേറെ ഒരു ലെവലാണ്. എനർജി ഊർജ ലെവലത്തിൽ ഇടപെടുന്ന സംഭവമാണ്. ഈ രഹസ്യം അധികം ആളുകൾക്കും അറിയില്ല. അവിടെ വൈബ്രേഷൻ ഉയർത്തണം എങ്കിലേ ലോ ഓഫ് അട്രാക്ഷനും ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ എന്നവർക്ക് അറിയില്ല. ഏതായാലും വളരെ സന്തോഷം. നമ്മുടെ മാഡത്തിന് നല്ല ഉറക്കം കിട്ടിയത് അറിഞ്ഞതിൽ അതിയായ സന്തോഷം. സാറേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഈ അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് എന്തോ വഴിയിൽ നഷ്ടപ്പെട്ടതുപോലെ തോന്നാൻ ഞങ്ങൾക്ക്. കാരണം അവിടുന്ന് പോന്ന ഒരു ഇത് അത്രയും സമയം നമ്മൾ രാവിലെ 9 മുതൽ വൈകിട്ട് അത്രയും സമയം ഇരുന്നിട്ട് എവിടെ നമ്മൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരു ബോറടി ഉണ്ടായില്ല. മാത്രമല്ല തിരിച്ചു പോരുമ്പോൾ നമ്മൾ എന്തോ വഴിയിൽ ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും മനസ്സിൽ. അത്രയും ഒരു സന്തോഷമായിരുന്നു സാറേ. ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറേ, ഒത്തിരി താങ്ക്സ് ഉണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ശരി, ഉപേക്ഷിച്ചു വന്നത് എന്നെ ഉപേക്ഷിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. എല്ലാ ദിവസവും ഐ ആം ടോക്കിംഗ് വിത്ത് യു എവറി ടൈം. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ഇനി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 13-ാം തീയതി പ്രോഗ്രാംസിന് എല്ലാവരും അയച്ചു കൊടുക്കും. ഇതെല്ലാവരിലോട്ട് എത്തട്ടെ, എല്ലാവരിലോട്ട് എത്തട്ടെ. അതിന് നിങ്ങളൊക്കെ കാരണക്കാരാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു സാർ.